സർ 6 ലക്ഷം കടബാധ്യത എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അത് എങ്ങനെയാണ് ഇത്തരത്തിൽ 6 ലക്ഷം കടബാധ്യത എന്നൊരു കണക്കിലേക്ക് അദ്ദേഹം എത്തിയത് എന്നതൊരു വലിയ ചോദ്യമാണ്. ഒപ്പം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഈ ധവളപത്രം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? വെറുതെ ഏതെങ്കിലും രീതിയിൽ സാമ്പത്തിക നില ഭദ്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പുറത്തിറക്കാൻ സാധിക്കുന്ന ഒന്നല്ല ധവളപത്രം. UDF സർക്കാർ ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ ഈ ധവളപത്രം നൽകുന്ന സൂചന എന്താണ്? ആദ്യമായിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു സർക്കാരായാലും ഒരു കമ്പനി ആയാലും ഒരു സ്ഥാപനമായാലും ഈ ധവളപത്രം ആനുവൽ ഇതിലെ ഇറക്കുക സ്വാഭാവികമാണ്. ധവളപത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിട്ടാനുള്ളത് കൊടുക്കാനുള്ളത് ബാലൻസ് ഇത് പറയുക എന്നത് മാത്രമാണ്. അപ്പൊ ബാലൻസ് വളരെ തീരെ സീറോ ലെവലിലാണെങ്കിൽ അതിന് പരിഹാര മാർഗം കൂടി ഈ ധവളപത്രത്തിൽ നിർദ്ദേശിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ സതീശൻ പ്രസംഗിച്ചത് 6 ലക്ഷം കോടിയാണെങ്കിലും അവരുടെ രേഖ വന്നപ്പോൾ അത് 5 ലക്ഷം കോടിയായി മാറി. അപ്പോൾ തന്നെ 1 ലക്ഷം വളരെ ഇവർക്കൊക്കെ 1 ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കുന്ന മാതിരിയാണോ എന്ന് എനിക്കൊരു സംശയം ഇപ്പൊ നിലനിൽക്കുകയാണ്. വളരെ നിസ്സാരമായിട്ടാണ് ആ പ്രശ്നങ്ങൾ അവിടെ ഞാൻ അവതരിപ്പിക്കപ്പെട്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഭരണം കിട്ടിയ ഈ 5 കൊല്ലം ത്തിനെ മറച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടായിട്ടാണോ ഈ ധവളപത്രം? നമ്മൾ കഴിഞ്ഞ കേരളം ഉണ്ടായ അന്നു മുതൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഓടിച്ച് പെട്ടെന്ന് സംസാരിക്കാം. അതായത് കേരളം ഉണ്ടായിട്ട് ആദ്യത്തെ മന്ത്രിസഭ EMS നമ്പൂതിരിപ്പാടാണ് 1957 മൂപ്പര് രൂപീകരിച്ചു. അത് 59 വരെ ഉണ്ടായി. ഈ 57 കേരള സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഭരണത്തിൽ വരുമ്പോൾ ഇവിടെ ഖജനാവ് പറയുന്ന സാധനം പോലും ഇല്ല. എന്നിട്ടാണ് അദ്ദേഹം ഭരണം തുടങ്ങുന്നത്. ആ ഭരണ സമയത്ത് ഇതേമാതിരി നികുതി പിരിക്കാൻ തുടങ്ങുന്നു. അത് കിട്ടിയിട്ട് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ സമയത്ത് വളരെ അത്ഭുതപ്പെടുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റുകാരും ഈ LDFകാരും ഈ UDFകാരൊക്കെ അത് ഓർത്താൽ അത് ഒന്ന് റെഫർ ചെയ്താൽ നന്നായിരിക്കും. അതായത് അന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോ ഈ EMS നമ്പൂതിരിപ്പാട് എന്താ ചെയ്തത് അറിയോ? എല്ലാ മന്ത്രിമാരുടെയും MLAമാരുടെയും സാലറി അങ്ങോട്ട് 20% കട്ട് ചെയ്തു വിത്തൗട്ട് പെർമിഷൻ. ആരും ഒരു എതിർപ്പും പറഞ്ഞില്ല. കാരണം ഇവിടെ നല്ല ഭരണം വേണമെന്നാണ് അന്ന് ജയിച്ചു വന്നവരുടെ എല്ലാവരുടെയും മനസ്സിലിരിപ്പ്. എന്നാൽ ഇന്നത്തെ അവസ്ഥ അതെയാണോ? ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാ, മാക്സിമം കക്കുക. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ 57 മുതൽ ഭരണം തുടങ്ങിയ കേരളത്തില് കേരളം മുന്നോട്ട് വന്നപ്പോ, അതായത് ഈ 57 കേരള സംസ്ഥാനം ഉണ്ടാവുമ്പോൾ ഇവിടെ ആൾറെഡി ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, പൊതുമേഖല സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അവശിഷ്ടങ്ങൾ, അതായത് പൂട്ടിക്കിടക്കുന്ന കാട് പിടിച്ച പല സ്ഥലങ്ങളും നമുക്ക് ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം യാത്ര ചെയ്യുമ്പോൾ അത് കാണാൻ പറ്റും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എല്ലാം പൂട്ടിപ്പോയി. അതിന് കാരണങ്ങൾ പലതാണ്. കമ്മ്യൂണിസ്റ്റുകാർ സമരം ചെയ്യും, അറിയാലോ, നോക്കുകൂലി എന്ന് പറഞ്ഞിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഈ വ്യവസായ സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടി. ഇവിടെ ഭരിക്കുന്നവന് വരുമാനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ സംസ്ഥാനം എത്തിച്ചു എന്ന് തന്നെ പറയാം. അതവിടെ നിൽക്കട്ടെ. ഈ കിഫ്ബി എന്ന് പറയുന്ന പരിപാടി എന്നാ തുടങ്ങിയത്? ഇന്ന് 5 ലക്ഷം കടമുണ്ടെങ്കിൽ അതിലെ വലിയൊരു കടം എന്ന് പറയുന്നത് ഈ കിഫ്ബി എന്ന് പറയുന്ന, അതായത് കിഫ്ബി എന്ന് പറഞ്ഞാൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 1999 EK നായനാർ ഭരിക്കുമ്പോൾ അന്നത്തെ ധനകാര്യമന്ത്രിയായ ശിവദാസ മേനോനാണ് ഈ കിഫ്ബി എന്ന ആശയം ഇവിടെ കൊണ്ടുവന്നത്. അതൊരു സൂത്രപ്പടിയാണ്. പുള്ളി തന്നെയായിരുന്നു ആ മന്ത്രിസഭയിലെ എക്സൈസ് മന്ത്രിയും. ആ കിഫ്ബി രൂപീകരിക്കുമ്പോൾ കേരളത്തിൽ എക്സൈസ് മന്ത്രിയായ ശിവദാസ മേനോൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു വലിയ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. കല്ലുവാതുക്കൽ ദുരന്തം, ഒരു മദ്യ ദുരന്തം. വ്യാജ മദ്യം കുടിച്ചിട്ട് ഒരുപാട് പേര് മരിച്ചുപോയി, ഒരുപാട് പേരുടെ കണ്ണുപോയി. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം പിന്നീട് ഭരണത്തിൽ വന്ന കരുണാകരൻ മന്ത്രിസഭ അത് അന്വേഷിച്ച് ആദ്യം ഒരു താത്താനെ പിടിക്കുന്നു. കള്ളു കച്ചവടം നടത്തിയ ഒരു താത്താനെ പിടിക്കുന്നു. ആ താത്തയെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അവസാനം ചോദ്യം ചെയ്ത് മണീച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പിടിക്കുന്നു.
ആ മണീച്ചൻ ഈ വ്യാജമന്ത് മിക്സിങ് എല്ലാം കണ്ടെത്തിയത് കഥ നമുക്ക് അറിയണതാണ്. അവസാനം ആ അന്വേഷണം അവിടെ നിൽക്കുന്നു. കാരണം ഇതിന്റെ മെയിൻ സ്ഥലത്തേക്ക് അത് പോകുന്നില്ല. അപ്പൊ ഞാനിത് എന്തിനാ അതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിധി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക എന്നല്ലാതെ ശരിയായ ഒന്നും ഇവിടെ നടപ്പാക്കില്ല. അങ്ങനെ ശരിക്കും അത് അന്വേഷിച്ചു പോയാൽ ഇതിന്റെ മുകളിൽ ഇരിക്കുന്ന ആളെ പിടിക്കണം. നമ്മൾ അതേമാതിരി ഇപ്പൊ അടുത്ത കാലത്ത് കണ്ടു TP ചന്ദ്രശേഖരൻ എന്ന ഒരു വ്യക്തിയെ 52 വെട്ടിയിട്ട് അതിന്റെ അന്വേഷണം എന്താണ്ടായത്? കിർമാനി മനോജോ അല്ലെങ്കിൽ മറ്റേ എന്തിനു സുനി ഈ അവരെയൊക്കെ പിടിച്ച് ജയിലിലിട്ടു എന്നല്ലാതെ അടുത്ത സ്റ്റെപ്പ് അന്വേഷണം അത് പോയില്ല. ഇത് ആരാണ് പ്ലാൻ ചെയ്ത്, ആരാണ് ഇത് ഓർഗനൈസ് ചെയ്തത്, അവരിലേക്ക് ഇത് പോകുന്നില്ല. അവർക്ക് പോയി ഇവര് സമ്മതിക്കില്ല, അവര് സമ്മതിക്കില്ല. അപ്പൊ ഇവര് ജയിലിൽ പോകുന്നു. അല്ലെങ്കിൽ മണീച്ചൻ ജയിലിൽ കിടന്നിപ്പോ പുറത്തിറങ്ങി വന്നു. ഇനിയിപ്പോ കിർമാനി മനോജും ഈ കൊടി സുനിയൊക്കെ അതേമാതിരി അവരും പുറത്തിറങ്ങി പോവും. അപ്പൊ ഇതിനെ ഓർഗനൈസ് ചെയ്യുന്നവരെ പിടിക്കാൻ അവര് ചെയ്ത കുറ്റം ഇവരും പിടിക്കില്ല, ഇവര് ചെയ്ത കുറ്റം അവരും പിടിക്കില്ല. അപ്പൊ ഇവിടെ ഈ ധവളപത്രം ഇറക്കിയിട്ട് കുറെ കുറ്റം പറഞ്ഞിട്ട് വീണ്ടും കയറിയിരുന്ന് കക്കുവ, ജനങ്ങൾക്ക് ഒന്നും ചെയ്യില്ല. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളു, ഇവിടെ 100 രൂപ വരുന്നുണ്ടെങ്കിൽ അതിൽ 78 രൂപയും പെൻഷനും സാലറിയും കൊടുക്കാൻ വേണം. ബാക്കി 22 രൂപ. ആ 22 രൂപ എന്തിനാ ഉപയോഗിക്കുന്നത് അറിയോ? ഈ എടുത്ത കടങ്ങളും അതിന്റെ പലിശയും കൊടുക്കാൻ. അതിന് തികയുന്നില്ല. അപ്പോ ഇവിടെ ഭരിക്കുന്നവന് എന്തെങ്കിലും ഡെവലപ്മെന്റ് വർക്ക് ചെയ്യാൻ ഇവിടെ പൈസയില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എന്ത് ഭരണമാണ്? ഭരണം എന്ന് പറഞ്ഞ് സാലറിയും പെൻഷനും കൊടുക്കുകയോ? അപ്പൊ 1999 നവംബർ 1 കിഫ്ബി തുടങ്ങി വെക്കുന്നത് ശിവദാസ മേനോനാണ്, നായനാർ സർക്കാരിലെ. ആ ശിവദാസ മേനോൻ അന്ന് തുടങ്ങിയ ആ കിഫ്ബിയുടെ കാര്യങ്ങൾ എന്താണ്? പൈസ കടം വാങ്ങുക അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് വാങ്ങുക. അപ്പൊ ഈ രസം എന്താ അറിയോ? ഈ പൈസ കടം വാങ്ങുന്നതും ഈ ഡെപ്പോസിറ്റ് കൊടുക്കുന്നത് ആരാണെന്നുള്ളതാണ്. അവരുടെ പേര് ഇവിടെ വെളിപ്പെടുത്തില്ല. പറയും പൊതുമേഖലാ സ്ഥാപനം അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്ക്. അല്ലെങ്കിൽ സത്യത്തിൽ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ മന്ത്രിസഭയിലൊക്കെ മാറി മാറി ഇരുന്നവർ കട്ട കാശ് തന്നെയാണ് ഇതിൽ വീണ്ടും കൊണ്ടുവന്ന് പലിശയ്ക്ക് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇൻട്രസ്റ്റിന് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ബാങ്കിൽ 7.5% പലിശ എങ്കിൽ ഇവിടെ കൊടുക്കുന്ന 9.25% ഡെപ്പോസിറ്റിന്. അതേമാതിരി ഇൻട്രസ്റ്റ് സാധാരണ ബാങ്കിൽ 8% ആണെങ്കിൽ കിഫ്ബിയുടെ ലോണിന് കൊടുക്കുന്നത് 13%. അപ്പൊ ഈ പൈസ ഇവര് കട്ട പൈസ ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ലാഭം വാങ്ങി ഇങ്ങനെ സൂക്ഷിക്കുക. ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുകയും ചെയ്യും. ഇവിടെ ശിവദാസ മേനോൻ പോയതിനു ശേഷം കരുണാകരൻ വന്നു. അത് കഴിഞ്ഞിട്ട് AK ആന്റണി വന്നു. അത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി വന്നു. അപ്പോഴൊക്കെ ഈ കിഫ്ബി ഉണ്ട്. ആരും കുറ്റം പറഞ്ഞിട്ടില്ല. ആ കിഫ്ബിയെ കുറിച്ച് ഒരാളും അറിഞ്ഞില്ല. ഇപ്പൊ കിഫ്ബിയിൽ കട്ട് മുടിഞ്ഞു. ഒരു കടം കൂടി. ഇപ്പൊ മൊത്തത്തിൽ ഈ കേരള സംസ്ഥാനം ഉണ്ടായതിനു ശേഷം 5.5 ലക്ഷം കോടി കടം. അത് ഇപ്പൊ മുഴുവൻ ഈ പിണറായി വിജയൻ വന്ന കടമൊന്നുമല്ല. കാരണം പിണറായി വിജയൻ ചാർജ് എടുക്കുമ്പോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിട്ട് സ്ഥാനം ഒഴിയുമ്പോ 2 കോടി കടമുണ്ട്, 2 ലക്ഷം കോടി ആൾമോസ്റ്റ് കടമുണ്ട്. അപ്പോഴും കിഫ്ബിയിലും കടമുണ്ട്. ഇപ്പോ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിഞ്ഞു കൊണ്ട് കാര്യമില്ല. ഇവിടെ വ്യവസായ സ്ഥാപനങ്ങൾ വരുത്തണം. ഉള്ള സ്ഥാപനങ്ങൾ പൂട്ടിക്കുകയല്ല വേണ്ടത്. എല്ലാ തമിഴ്നാട്ടിലും ഇവിടെ GDP നമ്മുടെ രാജ്യത്തെ മുഴുവൻ GDP എടുത്താൽ മഹാരാഷ്ട്ര ഒന്നാമത്, രണ്ടാമത് കർണാടക, തമിഴ്നാട് ഇവരൊക്കെ കഴിഞ്ഞ് അവസാനത്തിലാ കേരളം വരുന്നത്. കാരണം ഇവിടുത്തെ വരുമാനം എന്താ? ലോട്ടറിയും അല്ലെങ്കിൽ കള്ള് കച്ചവടമേ ഉള്ളൂ. അപ്പൊ എങ്ങനെ ഇവിടെ വരുമാനം ഉണ്ടാവും? ഈ വരുമാനം ഇല്ലാതെ എങ്ങനെ ഭരിക്കും? വല്ലവരുടെ പോക്കറ്റിൽ നിന്ന് കടം വാങ്ങി എന്ന് പറയാം. അതായത് പോക്കറ്റിലെ കാശെടുത്ത് ഇവിടെ വിതരണം ചെയ്യാന്നു. അപ്പൊ ഇവിടെ വേണ്ടത് ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രി വന്നിട്ട് ഇവിടെ ശരിയായ വ്യവസായ സ്ഥാപനങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും കൊണ്ടുവരണം. ഇതുവരെ ഭരിച്ചവർക്ക് ആർക്കും സാധിച്ചില്ല. അത് എന്നും സംഭവിക്കുന്നു. അന്നാണ് നമ്മുടെ നാട് ഇത്തരത്തിലുള്ള ഈ വേണ്ടാത്ത വിളിച്ചു പറയലൊന്നും ഇല്ലാതെ നല്ലൊരു ഭരണം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും 6 ലക്ഷം കോടി കടമുള്ള കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെങ്ങനെ തരണം ചെയ്യും?
യെസ്, എന്തായാലും ഇതെങ്ങനെ തരണം ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് സർക്കാർ വിശദമായ പഠനം നടത്തുന്നുണ്ട് എന്നൊക്കെയാണ് വി.ഡി. സതീശൻ സർക്കാർ പറയുന്നത്. എന്തായാലും പുറത്തിറക്കിയ ധവളപത്രത്തിൽ കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും പരിശോധിക്കാമെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക നില കൂടുതൽ ഭദ്രമാക്കാൻ വി.ഡി.എസ് സർക്കാരിന് സാധിക്കുമോ അതോ സാമ്പത്തിക നില പരുങ്ങലിലാവുമോ എന്നതും കണ്ടറിയണം. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.